ഹലോ, എല്ലാവർക്കും ടെക് വീഡിയോസ് കോർണറിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് നമ്മളെല്ലാവരും ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നവരാണ്. നമുക്കറിയാത്ത ഏതെങ്കിലും സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് പരിചയമില്ലാത്ത സ്ഥലമാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ചൂസ് ചെയ്യുക ഗൂഗിൾ മാപ്പാണ്. എന്നാൽ ഗൂഗിൾ മാപ്പിൽ നമ്മൾ അറിയാത്ത ഒരു അടിപൊളി ഇത്തിരി കുഞ്ഞൻ ഫീച്ചർ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. ഉദാഹരണത്തിന് നമ്മളൊരു മാരേജ് ഫംഗ്ഷന് പോവുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു പെണ്ണ് കാണൽ ചടങ്ങിന് പോവുകയാണെന്ന് വിചാരിക്കുക. എന്നാൽ ഈ രണ്ട് സ്ഥലത്ത് നമുക്കൊരു ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും ഡൗട്ടാണ് നമ്മളുടെ വീട്ടിൽ നിന്നും എപ്പോൾ ഇറങ്ങിയാലാണ് അവിടെ കറക്റ്റ് സമയത്ത് എത്തിച്ചേരാൻ സാധിക്കുക. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഗൂഗിൾ മാപ്പിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു അടിപൊളി ഫീച്ചറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അടുത്തായി നമ്മളുടെ ഫോണിലേക്ക് വന്നതിന് ശേഷം നമുക്കിവിടെ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഏറ്റവും താഴെ ഡയറക്ഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇറങ്ങുന്ന സ്ഥലത്തിൻ്റെ, നമ്മളുടെ വീടിൻ്റെ അല്ലെങ്കിൽ നമ്മൾ എവിടെ നിന്നാണ് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലത്തിൻ്റെ പേര് ഇവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചൂസ് എ ഡെസ്റ്റിനേഷൻ, നമ്മൾക്ക് എവിടേക്കാണോ യാത്ര ചെയ്യേണ്ടത് അതിൻ്റെ കറക്റ്റ് നമുക്കിവിടെ ലൊക്കേഷൻ കൊടുക്കാം. നിങ്ങൾക്ക് എവിടെയാണോ ഫംഗ്ഷൻ ആ സ്ഥലം കറക്റ്റായിട്ട് ഇവിടെ കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ നമ്മൾ സെലക്ട് ചെയ്ത നമ്മൾ എവിടെ നിന്നാണ് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നത് അവിടെ നമ്മൾ സെലക്ട് ചെയ്തു. ഞാനിവിടെ അജ്മാൻ എന്നാണ് സെലക്ട് ചെയ്തത്. അതിനുശേഷം നമുക്ക് അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു 3 ഡോട്ട് ലൈൻ കാണാം. അവിടെ ഒന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ സെറ്റ് ഡിപ്പാർട്ട് ഓർ അറൈവ് ടൈം എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ ജസ്റ്റ് ഒന്ന് നമ്മൾ ടാപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ലീവിൽ നിന്നും നമ്മൾ അറൈവ് എന്ന ഭാഗത്തേക്ക് ജസ്റ്റ് മാറ്റിയിടുക. അതിനുശേഷം നമ്മൾക്ക് ഏത് ഫംഗ്ഷനാണോ, മാരേജ് ആണോ, അല്ലെങ്കിൽ ഇപ്പോൾ എയർപോർട്ടിലേക്കാണോ പോകേണ്ടത്, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും മാമുദീസയോ ആണോ, അല്ലെങ്കിൽ പെണ്ണ് കാണലാണോ, അപ്പോൾ നമുക്ക് കറക്റ്റ് ടൈമിൽ എത്തണമല്ലോ ഈ സ്ഥലങ്ങളിലേക്കൊക്കെ. അപ്പോൾ ആ സമയം നമ്മളിവിടെ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു 12 മണി ജസ്റ്റ് സെലക്ട് ചെയ്തു. 1 മണി സെലക്ട് ചെയ്യുന്നു. 1 മണിക്ക് എനിക്ക് ഏകദേശം അവിടെ എത്തണം എന്നുള്ള രീതിയിൽ ഞാനൊരു 1 മണി ഇവിടെ ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ PM എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ഞാനിവിടെ ജസ്റ്റ് സെറ്റ് കൊടുക്കുന്നു. സെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ താഴെ കാണാനായിട്ട് സാധിക്കും. ടൈപ്പിക്കലി 8 to 14 മിനിറ്റാണ് ഇവിടെ കാണിക്കുന്നത്. അത് ഒരു കറക്റ്റ് പറയുന്നുണ്ട്, ലീവ് ബൈ 12:50 PM. നമ്മൾ ഏകദേശം ഒരു 12:50 PM ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു അറൈവ് നമുക്ക് മുകളിൽ കാണാം. ഒരു 1 PM നമ്മൾ അവിടെ എത്തിച്ചേരുന്നു നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ അടിപൊളി ഫീച്ചറാണ്. അതേപോലെ തന്നെ നമുക്കിവിടെ കാണാം, കാറിലാണെങ്കിൽ നമുക്ക് 10 മിനിറ്റ്, അതുപോലെ തന്നെ ബസ്സിലാണെങ്കിൽ നമുക്ക് 1 hour. ഇപ്പോൾ നടന്നിട്ടാണ് പോകുന്നതെങ്കിൽ നമുക്കിവിടെ അതിനുള്ള ടൈമുകളൊക്കെ ഇവിടെ കറക്റ്റായിട്ട് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങേണ്ട സമയം നമുക്കിവിടെ കാണിച്ചു തരുന്നു. ആ സമയത്ത് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണ് എത്തിച്ചേരേണ്ട സമയം നമ്മൾ സെലക്ട് ചെയ്തത് ആ സമയത്തിനുള്ളിൽ നമുക്ക് അവിടെ എത്തിച്ചേരാനായിട്ട് സാധിക്കും. അപ്പോൾ യാത്രയിലൊക്കെ വളരെ ടെൻഷനൊക്കെ നമ്മൾ കറക്റ്റ് സമയത്ത് എത്തിച്ചേരുന്ന ടെൻഷനുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇത് വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ ഇത് അറിയാത്തവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു.